നമസ്കാരം. വീട്ടിലുള്ളവരെയും നാട്ടിലുള്ളവരെയും തന്നെയും പഠിച്ചിട്ടും മുറുമുറുപ്പ് മാറാത്ത നായയെ പോലെയാണ് ഒരു തരത്തിൽ പാകിസ്ഥാനികളുടെ കാലം. തോറ്റു തൊപ്പിയിട്ടു, നാറി നാണം കെട്ടു. എന്നാലും വെറുതെ മുരണ്ടും കുരച്ചും നമ്മൾ വലിയ ശൂരന്മാരാണെന്ന് തെളിയിക്കണം. കുറഞ്ഞ പക്ഷം തോറ്റാൽ തോറ്റു എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണം. അതിനുള്ള ഉറപ്പ് പോലുമില്ല പാക്കികളുടെ നട്ടലിൽ. കഴിഞ്ഞ ദിവസം നടന്ന ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ചുണക്കുട്ടികളോട് ഏറ്റുമുട്ടി തോറ്റിട്ട് കപ്പും അടിച്ചു മാറ്റി സ്വന്തം മുറിയിൽ കൊണ്ടുവയ്ക്കാൻ പോലും ഉളുപ്പില്ല പാക്കികൾക്ക്. ഇന്ത്യയോട് കളിച്ചിട്ട് തൊണ്ട നനയ്ക്കാനുള്ള വെള്ളം പോലും ഇല്ലാതായി. തോറ്റ് ഇനി പാതാളം മാത്രമേ ഉള്ളൂ ഇറങ്ങി പോകാൻ എന്നായിട്ടും മോദിയെ ഒന്ന് മാന്തിയാൽ കൊള്ളാമെന്നാണ് മനസ്സിലിരിപ്പ്. ഏഷ്യ കപ്പ് ഫൈനലിന് പിന്നാലെ നാടകീയ രംഗങ്ങൾക്കാണ് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ചത്. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും PCB മേധാവിയുമായ മോഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല എന്ന ഇന്ത്യയുടെ നിലപാടോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. അതോടെ സ്റ്റേഡിയം അസാധാരണ സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് പറയേണ്ടി വരും. സ്റ്റേഡിയത്തിൽ നിന്ന് ട്രോഫിയുമായി PCB മേധാവി കടന്നുകളയുന്നത് വരെ എത്തി കാര്യങ്ങൾ. കിരീടം തിരിച്ചെത്തിക്കണമെന്ന ആവശ്യവുമായി BCCI രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ സാമൂഹിക മാധ്യമമായ എക്സിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ് മോഹ്സിൻ നഖ്വി. ട്രോഫിയുമായി മുങ്ങിയത് സംബന്ധിച്ചല്ല, മറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയാണ് നഖ്വി രംഗത്തെത്തിയിരിക്കുന്നത്. കിരീടം ചൂടിയ ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ട്വീറ്റിന് മറുപടിയുമായാണ് PCB മേധാവിയുടെ പോസ്റ്റ്. യുദ്ധത്തെ കായിക രംഗത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിരാശയെ തുറന്നു കാട്ടുന്നുവെന്ന് അദ്ദേഹം കുറിച്ചു. തോറ്റിട്ടില്ലാത്ത നിരാശയാണ് യുദ്ധവും കായിക രംഗവും തമ്മിൽ മോദി കൂട്ടിപ്പറഞ്ഞപ്പോൾ നഖ്വിക്കുണ്ടായത്. യുദ്ധമാണ് നിങ്ങളുടെ അഭിമാനത്തിന്റെ അളവുകോലെങ്കിൽ പാകിസ്ഥാനിൽ നിന്നേറ്റ നിങ്ങളുടെ പരാജയങ്ങൾ ചരിത്രം ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് മത്സരത്തിനും ആ സത്യം മാറ്റിയെഴുതാനാവില്ല. യുദ്ധത്തെ കായിക രംഗത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിരാശയെ തുറന്നുകാട്ടുകയും കളിയുടെ യഥാർത്ഥ അന്തസത്തയെ അപമാനിക്കുകയും ചെയ്യുന്നുവെന്ന് നഖ്വി കുറിച്ചു. കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ എന്നും അതിന്റെ ഫലം ഇന്ത്യയുടെ വിജയമാണ് എന്നുമാണ് മത്സരശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറിച്ചത്. കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ദൂർ, ഫലം ഒന്നു തന്നെ, ഇന്ത്യയുടെ വിജയം. നമ്മുടെ ക്രിക്കറ്റ് താരങ്ങൾക്ക് അഭിനന്ദനങ്ങൾ എന്നാണ് പ്രധാനമന്ത്രി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. മത്സരശേഷം PCB മേധാവിയിൽ നിന്ന് കിരീടം ഏറ്റുവാങ്ങില്ല എന്ന ശക്തമായ നിലപാടിലായിരുന്നു ഇന്ത്യ. സമ്മാനദാന ചടങ്ങിൽ വ്യക്തിഗത പുരസ്കാരങ്ങൾ മാത്രമാണ് ഇന്ത്യൻ താരങ്ങൾ സ്വീകരിച്ചത്. അത് നഖ്വി ആയിരുന്നില്ല വിതരണം ചെയ്തത് എന്നതുകൊണ്ട് മാത്രം. ഇന്ത്യ കിരീടം വാങ്ങുന്നില്ലെന്ന് അറിയിച്ചതായി അവതാരകനായ സൈമൺ ഡൂൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നാലെ നഖ്വി അടക്കമുള്ള ACC അധികൃതർ വേദിയിൽ നിന്ന് മടങ്ങുകയായിരുന്നു. പിന്നാലെ അധികൃതർ ട്രോഫി നീക്കുകയും ചെയ്തു. ഒരാൾ ട്രോഫി എടുത്തുകൊണ്ടു പോകുന്ന ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നു. പിന്നാലെ ഏഷ്യ കപ്പ് ട്രോഫിയുമായും മെഡലുകളുമായും നഖ്വി സ്റ്റേഡിയം വിട്ടു. നഖ്വിക്കെതിരെ BCCI ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയൊക്കെ ആയിട്ടും മോദിയെ നോക്കി ഒന്ന് കുരച്ചാൽ മോദി ഭയക്കുമെന്ന് കരുതുന്ന പാകിസ്ഥാനികളോട് പുച്ഛമാണ്. ഇന്ത്യക്കാർക്ക് മൊത്തം പരമപുച്ഛം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച